ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു തിരുവചനം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം വായിക്കുക: യഹോവയായിരിക്കുന്ന ദൈവം അബ്രഹാമിനോട്, അബ്രഹാമേ, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്ന് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുവാനിടയായി. രാത്രിയിൽ അബ്രഹാം കിടന്നുറങ്ങുമ്പോൾ ഗാഢനിദ്രയിലായിരിക്കുന്ന അബ്രഹാമിനോട് സ്വപ്നത്തിൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അബ്രഹാമിനോട് സംസാരിക്കുകയാണ്: അബ്രഹാമേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇതുവരെയും സത്യ ദൈവത്തെ, നീതിയുള്ള ഒരു ദൈവത്തെ, ശക്തിയുള്ള ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ നിൻ്റെ മുൻപിൽ ഇപ്പോൾ സ്വപ്നത്തിൽ പ്രത്യക്ഷമാകുകയാണ്. എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം: അബ്രഹാമേ, നീ നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. സർവശക്തനായിരിക്കുന്ന ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് അബ്രഹാം അത് ഏറ്റെടുക്കുവാനായിട്ടിടയായി. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. ഞാൻ പറയട്ടെ, അബ്രഹാം എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുവാനായി ഇടയായത്? എന്താണ് ദൈവം അബ്രഹാമിനെ, അവൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കിടുവാനുള്ള കാരണം? ഒന്ന്, ദൈവം അവന് പ്രത്യക്ഷമായി സംസാരിച്ചപ്പോൾ, ദൈവം അവനോട് ഇടപെട്ടപ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ഒന്ന്, അവൻ വിശ്വസിച്ചു. ആരെ? ദൈവത്തെ വിശ്വസിച്ചു. രണ്ട്, അവൻ ആ ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്തു. നോക്കണേ, ഒന്ന് ദൈവത്തിൽ വിശ്വസിച്ചു. രണ്ട്, അവൻ ആ ആലോചന ഏറ്റെടുത്തു. മൂന്ന്, അവൻ ദൈവത്തെ അനുസരിച്ചു. നാല്, അവൻ ദൈവം അവനെ അനുഗ്രഹിപ്പാൻ തീരുമാനിച്ച ദേശത്തേക്ക് അവൻ പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നാം ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. വചനം പറയുന്നു, അസാധ്യമായ കാര്യങ്ങൾ ഒന്നും ദൈവത്തിനില്ല, സകലവും അവന് സാധ്യമാണ്. ദൈവം അബ്രഹാമിനെ മറ്റൊരു ദേശമാകുന്ന കനാൻ ദേശത്ത് അവനെ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. അവിടെ അവനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ അവനെ വലിയൊരു ജാതിയാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ അവനെ ദൈവത്തിൻ്റെ ഒരു ജനമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ദൈവം അവനെ ഏറ്റവും വലിയ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ദൈവം ചില തീരുമാനങ്ങൾ നിന്നെക്കുറിച്ച്, ആമേൻ, സ്തോത്രം, ചില തീരുമാനങ്ങൾ നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പ്ലാനിലേക്ക് നീ വരണമെങ്കിൽ നിശ്ചയമായും ദൈവത്തിൽ വിശ്വസിക്കണം, അനുസരിക്കണം, അനുഗമിക്കണം. ആമേൻ, പുറപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന അനുഗ്രഹത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ. ദൈവം നിന്നെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് നിന്നെ പറിച്ചു നടുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെക്കുറിച്ചൊരു വെൽ പ്ലാൻ ദൈവം കാണുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടണം, നീ അഭിവൃദ്ധി പ്രാപിക്കണം, നീ ഉയർച്ചയിലെത്തിച്ചേരണം. ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷേ നീ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ വാക്കുകളെ നീ വിശ്വസിക്കണം. ദൈവത്തിൽ നീ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വാക്കുകളിൽ നീ വിശ്വസിക്കണം. ദൈവത്തെ നീ അനുസരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ദൈവം നമ്മയും അനുഗ്രഹിക്കുവാൻ സർവശക്തനാണ്. അപ്പോൾ നാം പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഈ സ്ഥലത്ത് വെച്ച് ദൈവത്തിന് എന്നെ അനുഗ്രഹിച്ചുകൂടെ, ഈ പ്രദേശത്ത് വെച്ച് നീ അനുഗ്രഹിച്ചുകൂടെ? പോരാ. ദൈവം ഉദ്ദേശിക്കുന്നത് നിൻ്റെ വിചാരങ്ങളല്ല, നിൻ്റെ ഉദ്ദേശങ്ങളല്ല, നിൻ്റെ പ്ലാനുകളല്ല. ദൈവം ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്ലാനാണ്, മറ്റൊരു സ്തോത്രം പദ്ധതിയാണ്. നിൻ്റെ വിചാരങ്ങളല്ല,
ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നിൻ്റെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത് വളരെ അപ്രമാദിത്വമായ അത്ഭുതകരമായ ഒരു വഴിയാണ് ദൈവം നിനക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാനസികമായ ഭാരങ്ങളെ, പ്രയാസങ്ങളെ, മാനസികമായ എല്ലാ പ്രതികൂലങ്ങളെ, പ്രശ്നങ്ങളെ ഒന്നും നാം ചിന്തിക്കാതെ അതിനെയെല്ലാം ആമേൻ ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നെ വിളിച്ചിറക്കിയതാണ്, ഞാൻ വിശ്വസിക്കുന്നു, അവൻ എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ് നീ യഥാർത്ഥമായി ഇറങ്ങി പുറപ്പെട്ടാൽ ഈ ദൈവം എന്നേക്കും അനന്യനായ ദൈവമായി നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ.